അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെജിറ്റേറിയൻ സ്പെഷ്യലായിട്ടുള്ളൊരു ഇഡ്ഡലിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. സാധാരണ ഇഡ്ഡലിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് മിസ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് നോക്കാം. എല്ലാ ദിവസവും വെജിറ്റബിൾസ് തന്നെ കഴിച്ച് മടുത്തവർക്ക്, അല്ലെങ്കിൽ കോഴിമുട്ട, സലാഡ് ഇങ്ങനെ മടുത്തവർക്ക് ഇടയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ വെജിറ്റേറിയൻസായ ആൾക്കാർ കൂടുതലായും പ്രോട്ടീനിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് പനീറിനെ തന്നെയാണ്. അവരും തന്നെ സ്ഥിരമായിട്ട് പനീർ തവ ഫ്രൈ ആക്കിയിട്ടോ അല്ലെങ്കിൽ മുട്ടയിൽ മുക്കി പൊരിച്ചിട്ടൊക്കെ ആയിരിക്കും ട്രൈ ചെയ്യുക. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ആദ്യം ഞാനിവിടെ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ ഒരു റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി മാവ് തയ്യാറാക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിക്കാനുള്ള പാത്രത്തിൽ ഒന്ന് എണ്ണ തടവാം. ഇപ്പോൾ എണ്ണ തടവി ഇത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബദാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബദാം പൊടിച്ചത് നേരെ നമ്മൾ കഴിക്കാനെടുക്കുന്ന ബദാം തന്നെ ഈ പൊടിക്കാനുള്ള ജാറിലേക്ക് ഇടും. എന്നിട്ട് ഒന്ന് പൾസിൽ 3-4 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം അരിപ്പയിൽ അരിച്ചെടുക്കും. അങ്ങനെ അരിച്ചെടുത്തതാണിത്. അങ്ങനെ അരിച്ചെടുത്തിട്ട് ബാക്കി ഇതേപോലെ വരുന്ന കഷ്ണങ്ങൾ വീണ്ടും പൊടിക്കും. അങ്ങനെ ഞാൻ ഒരു കയ്യിൽ ഉള്ള അളവിലുള്ള ബദാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് വന്നപ്പോൾ ബാക്കിയായതാണിത്. ഇനി നമുക്കിത് കഴിക്കാൻ വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസൊക്കെ തയ്യാറാക്കണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മറ്റെന്തിൻ്റെങ്കിലും കൂടെ ഒക്കെ ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അങ്ങനെ മാറ്റി വെച്ചതാണ്. ഞാൻ ബദാം പൊടി റെഡിമെയ്ഡ് വാങ്ങിക്കാറില്ല. നമ്മൾ വാങ്ങിക്കുന്ന ബദാം തന്നെ പൊടിച്ചെടുക്കലാണ്. പിന്നെ എടുത്തിട്ടുള്ളത് പനീറാണ്. ഈ പനീർ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ എടുത്തിട്ടുള്ളത് സ്പിലിയം ഹസ്കാണ്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുക്കാം. പിന്നെ വേണ്ടത് നല്ല പുളിയുള്ള തൈരാണ്. ഇവിടെ കിട്ടുന്ന ഇതേപോലെയുള്ള യോഗട്ട് ഒരാഴ്ച വാങ്ങിച്ച് വെച്ചാലാണ് നാട്ടിലൊക്കെ കിട്ടുന്ന തൈരിൻ്റെ ഒരു പുളി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് എടുത്തിട്ടുള്ള പനീർ പൊടിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കാൻ മിക്സിയുടെ ഗ്രൈൻഡർ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഗ്രൈൻഡർ ചെറിയൊരു പാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ചോപ്പർ എടുത്തിട്ടുള്ളത്. പനീറല്ലേ, പനീർ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ഞാനൊരു ചോപ്പറിലേക്ക് ഇടുകയാണ്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, 4-5 പൾസ് കൊണ്ട് നന്നായിട്ടൊരു ചോപ്പ് ചെയ്ത രൂപത്തിലായിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി നമുക്കൊന്നുകൂടെ ചോപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അതാ ഒരു പകുതിയോളം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളെടുത്ത പനീറിൻ്റെ ഒരു പകുതി അളവിൽ ബദാം പൊടി എടുക്കണം. ഇതിപ്പോൾ ഒരു 2 കപ്പോളം പനീറുണ്ട്. അപ്പോൾ 1 കപ്പ് ബദാം പൊടി അതിലേക്ക് ചേർക്കാം. ഏകദേശം ഒരു അളവിൽ ഞാൻ എടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന കപ്പിൻ്റെ അളവ് എല്ലാവരുടെ അടുത്തും അളവ് കപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഏകദേശം ഒരു പാത്രത്തിൽ കണക്കാക്കി എടുത്താൽ മതി. പനീർ എടുക്കുന്നതിൻ്റെ പകുതി ബദാം പൊടിച്ചത് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 10 ഗ്രാമോളം സ്പിലിയം ഹസ്കാണ്. അത് 1 ടേബിൾ സ്പൂൺ എടുത്താൽ 10 ഗ്രാം ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 10 ഗ്രാം പുളിയുള്ള തൈരാണ്. അപ്പോൾ ഇത് പുളി കുറവുള്ളതായതുകൊണ്ട് ഞാനിതൊരു 2 ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വരുമ്പോൾ ഒരു 20 ഗ്രാം ഉണ്ടാകും. പിന്നെ ഉപ്പ് ചേർക്കുക.
ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. അപ്പോൾ ഇതൊരു മാവ് പരുവത്തിലായിട്ടുണ്ട്. കുറച്ചൊരു ലൂസ് ഉണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടി ചേർക്കാൻ മറന്നു. ഇതിലേക്ക് 2 സ്പൂൺ ഓയിൽ ചേർക്കണം. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്തത്. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇത് കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ. ഇനി ഈ മാവ് നിന്ന് കുറച്ചെടുത്ത് ഉരുളകളാക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുക്കാം. കയ്യിൽ ഇത്തിരി എണ്ണ തടവാ. അല്പം കുറേശ്ശെ മാവെടുത്തിട്ട് നമുക്ക് ഒരു ഇഡ്ഡലി ഷേപ്പിലാക്കിയിട്ട് ഓരോരോ ഇഡ്ഡലിയുടെ കുഴിയിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്ത മാവ് കൊണ്ടൊരു 8 ഇഡ്ഡലി ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ളത് ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിൽ എണ്ണ തടവിയിട്ട് ഇതിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി പാത്രം ഇല്ലെങ്കിൽ സാരമില്ല, ഇതുപോലെയുള്ള പാത്രത്തിൽ ഇങ്ങനെ വെച്ചാലും മതി. ഇഡ്ഡലി പാത്രം വേണമെന്ന് നിർബന്ധമൊന്നും, ഈ ഇഡ്ഡലി തട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ കാണിച്ചു തരാം. ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. ഒന്നുകിൽ ഇതിൻ്റെ മേലെ നമ്മുടെ കയ്യിലുള്ള ഓട്ടപാത്രം വെക്കുക. ഇതുപോലെയുള്ള വലിയ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചാൽ മതി. അതിൻ്റെ മുകളിൽ ഈ നമ്മുടെ കയ്യിലുള്ള ഈ ഹോള് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അടച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ബാക്കി വന്നത് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ സമയം 12 മിനിറ്റായി. ഞാനിത് ഓഫ് ചെയ്യാണ്. തുറന്നു നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. പക്ഷെ തൊട്ട് നോക്കിയാൽ നമുക്ക് അത്ര ഒരു വെന്തതായിട്ട് തോന്നില്ല, കുറച്ച് സോഫ്റ്റാണ്. പക്ഷേ ഇഡ്ഡലി തട്ടിലുള്ളതൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് പരന്നിട്ടുണ്ട്. നമ്മൾ വെച്ചപ്പോൾ നല്ലൊരു ഇഡ്ഡലി ഷേപ്പിലാണ് വെച്ച് കൊടുത്തത്. എന്തായാലും ഞാനിത് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് സ്പൂൺ കൊണ്ടെടുക്കാം. ചൂടാറിയ ശേഷം നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം. ഇതിനൊരു മുറിയാനുള്ള പ്രവണത കൂടുതലാണ്. അപ്പോൾ അത് നോക്കിയിട്ട് പതുക്കെ എടുത്താൽ മതി. കിട്ടണൊക്കെ ഉണ്ട്, പക്ഷെ ഒരു മുറിയാനുള്ള പ്രവണത കൂടുതലുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വശം. ഈ ബൗള് ഞാൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും തണുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ മറ്റേതിനേക്കാളൊന്ന് ടൈറ്റ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു മുറുക്കം തോന്നുന്നുണ്ട്.
അപ്പോൾ എല്ലാ ഇഡ്ഡലിയും ഞാൻ ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റി എല്ലാം കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഡ്ഡലി ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. പിന്നെ അതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തക്കാളി ചട്നി തയ്യാറാക്കിയിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കാർബ് ഇഡ്ഡലി പോലെ അത്ര ഒരു കരുത്തൊന്നുമില്ല, മുറിയാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്, വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം എടുത്ത് ചട്നി കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇതൊരു പുതിയൊരു അനുഭവം തന്നെയാണ്. നമ്മൾ സാധാരണ LCHF ദോശയും ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പം നമുക്ക് ആ ഒരു ദോശയുടെയും ചട്നിയുടെയും ഫീൽ കിട്ടുമല്ലോ. അതേപോലെ തീർച്ചയായിട്ടും ഒരു ഇഡ്ഡലിയും ചട്നിയും കൂട്ടി കഴിക്കുന്ന ഒരു സുഖം കിട്ടും. ഇഡ്ഡലിക്ക് നമ്മുടെ സാധാ ഇഡ്ഡലി പോലെയുള്ളൊരു കരുത്തൊന്നുമില്ല എന്നുള്ളൂ, പക്ഷേ ടേസ്റ്റ് കുഴപ്പമില്ല. അത് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷേ ചായൻ്റെ കൂടെ ഒന്നും ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല. ഈ ചട്നി കൂടെ എന്തെങ്കിലും കൂട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ സാധാ ഒരു ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന ഒരു ഫീല് കിട്ടുള്ളൂ. പക്ഷെ എന്തായാലും രാത്രിക്ക് പറ്റുന്നുണ്ട്. ഞാൻ നല്ല സ്ഥിരം മുട്ട കഴിച്ച് മടുത്തവർക്ക് അല്ലെങ്കിൽ സാലാഡ് കഴിച്ച് മടുത്തവർക്കൊക്കെ പരീക്ഷിച്ചു നോക്കാം. ഇതിലേക്ക് വേണ്ടി 200 ഗ്രാം പനീറും 100 ഗ്രാം ബദാമുമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് ഒരാൾക്ക് 100 ഗ്രാം പനീറിൽ നിന്നും 23 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അതേപോലെ 50 ഗ്രാം ബദാമിൽ നിന്ന് 11 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും. അപ്പോൾ നല്ല പ്രോട്ടീനും ഫാറ്റും ഉള്ള നല്ലൊരു സൂപ്പർ ഫുഡാണിത്. പിന്നെ ഇത് കണ്ടിട്ട് ചിലവേറിയ ഫുഡാണെന്ന് പറയരുത്, ഇത് സ്ഥിരമായിട്ട് കഴിക്കാനുള്ളതല്ല കേട്ടോ. സ്ഥിരമായിട്ട് ഓംലെറ്റ് അല്ലെങ്കിൽ സലാഡൊക്കെ കഴിച്ച് മടുക്കുന്നവർക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് മാത്രം. പിന്നെ വെജിറ്റേറിയൻസായ ആൾക്കാർക്ക് ഡെയിലി അവർക്ക് പ്രോട്ടീന് വേണ്ടിയിട്ട് പനീർ, ചീസ് അല്ലെങ്കിൽ മോസറല്ല അതിനൊക്കെയാണ് ആശ്രയിക്കാനുള്ളത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു സൂപ്പർ ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.